ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമായിട്ട് നന്നായിട്ട് ഞരടി തന്നെ കഴുകിയെടുക്കുക. വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കുക. അതിനുശേഷം കുറച്ചധികം വെള്ളം തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ച് വെക്കണം. ഇത് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 2-2.25 കപ്പൊക്കെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഞാനിതൊരു 6 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പോലെ തന്നെ അത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി ആവശ്യമായിട്ട് വരും, അപ്പോൾ എടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്ന നല്ലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഒരു ക്യാരറ്റാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 1 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രിഡ്ജിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ജാറിലൊക്കെയാണ് അരക്കണമെന്നുണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ടൊക്കെ അരച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ജാറ് ചൂടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയായിട്ട് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് തിക്കും ആവണ്ട. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത്ര വെള്ളം മാത്രമേ ഇനിയും ബാക്കിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിക്കൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് മാറ്റമൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇത് നമ്മളൊരു ഓവർനൈറ്റ് മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇൻസ്റ്റൻ്റായിട്ടാണ് നമ്മൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഈസ്റ്റിൻ്റെ അളവ് ഒരു 1/4 ടീസ്പൂൺ കൂടി കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു. വലിയെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസിൽ ഒരു ചെറിയൊരു തക്കാളി, ചെറിയൊരു പീസ് ഇഞ്ചി, 3-4 വറ്റൽമുളക്, അതുപോലെ തന്നെ 4-5 ചെറിയ ഉള്ളി, ഒരു 4-5 കറിവേപ്പില, ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ സവാള എടുക്കുമ്പോൾ നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള എടുത്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ തക്കാളി ചെറുത് മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലയാണ് കേട്ടോ. അപ്പോൾ പൊട്ടുകടല ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് സവാളയ്ക്ക് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം വാടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക, അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ മല്ലിയില എടുത്താലും മതിയായിരിക്കും. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, 1-2 എണ്ണൊക്കെ മതിയായിരിക്കും കേട്ടോ. തണ്ടൊക്കെ മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു 2 സ്പൂണൊക്കെ മതിയായിരിക്കും കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണം, അത്രേ വേണ്ടൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയില ചേർക്കുമ്പോഴും അവസാനം ഒക്കെ ആകുമ്പോഴേ ചേർത്താൽ മതിയായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ അളവ് നമുക്ക് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതേപോലെ ഒരു 2 പിടിയോളം ഇതേപോലെ ഒരു 2 വാരൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ആദ്യം നമ്മൾ വെള്ളം ചേർക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ആ മുളകൊക്കെ ഒന്നും ഇങ്ങോട്ട് അരഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട്
നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചൂടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഈ ഒരു ഇത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുന്നില്ല, കാരണം ഓൾറെഡി എല്ലാം വെന്തതാണ്. അതുപോലെ തന്നെ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വറവിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 വറ്റൽമുളക് പൊട്ടിച്ച് എടുക്കാം. എന്നിട്ട് നമുക്ക് 1-2 കറിവേപ്പില കൂടി ഇതിലേക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മുളകൊക്കെ നന്നായിട്ടൊന്ന് ഈ ഒരു കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു മണമൊക്കെ വരാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ചട്നിയിലേക്ക് ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എല്ലായിടത്തും നിന്ന് ആ ഒരു ഓയിലൊക്കെ എല്ലായിടത്തും നിന്ന് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് എടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി നല്ല ഒരു രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. നല്ല ഒരു മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് താഴുന്നത് വരെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് റെഡിയായിട്ട് കിട്ടേണ്ടത്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പാൻ ഇവിടെ ഞാൻ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പരത്തിയിട്ടോ പരത്താതെയോ ഒക്കെ തന്നെ നമുക്കിത് ഓരോ ദോശയും ചുട്ടെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമ്മൾ ക്യാരറ്റൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്നും സാധാരണ രീതിയിലുള്ള ദോശയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മാത്രമല്ല വെജിറ്റബിൾസൊക്കെ കഴിക്കാനും മടിയുള്ള കുട്ടികൾക്കൊക്കെ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇതേപോലെ ഭക്ഷണത്തിൽ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും. ഇനി നമുക്കിത് ഒന്ന് സെർവ് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ദോശയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ദോശ എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം മുഴുവൻ അങ്ങനെ തന്നെ ഇരുന്നാലും അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇനി ഇത് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.